ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓറിയോ ബിസ്ക്കറ്റ് കോഫി പുഡിങ്ങാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി കോഫിയാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അത് ഞാനിവിടെ നെസ്കഫേയുടെ കോഫിയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് കോഫി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി, അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. വാനില ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 13 പീസ് വരുന്ന ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ പകുതി മതിയാവും. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് തയ്യാറാക്കുന്നത്. പകുതി അളവ് മാത്രം മതി. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ക്രീമും ബിസ്ക്കറ്റും. ക്രീം ഞാനിതിൽ ഫുള്ള് ചേർക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പൗഡർ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ പകുതി ബിസ്ക്കറ്റ് എടുത്തിട്ട് പകുതി ക്രീമും ചേർത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ബിസ്ക്കറ്റ് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാലെടുക്കുക. നല്ല പോലെ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടിന്ന് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മേഡ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത്, അത് ചേർത്ത് കൊടുക്കുക. വൈറ്റ് ക്രീമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പാലും ക്രീമൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ കോഫി മിക്സ് ചേർത്തതിന് ശേഷം നല്ല പോലെ പാല് തിളപ്പിച്ചെടുക്കണം. നമുക്ക് കോഫിയൊക്കെ തയ്യാറാക്കുന്നില്ല, അതുപോലെ പാല് നല്ല പോലെ തിളച്ച് വരണം. കോഫി ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയും കൂടിയാണ്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മിക്സ് കൂടി വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തിളച്ച് വരുന്നതിന് മുന്നേ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 5 ടേബിൾ സ്പൂണായിരുന്നു പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ മധുരം പോരാനിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെ മധുരം വേണം, എന്നാലേ തണുക്കുമ്പോൾ അത്യാവശ്യം മധുരം കാണും. നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, എന്നാലേ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല പോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ടും ഒരേ ചൂടായതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചൈന ഗ്രാസിൻ്റെതും പാലിൻ്റെ പാടയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ പുഡിങ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. പുഡിംഗ് ട്രേയിലായാലും കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ഒരു കപ്പിലേക്ക് 1/2 ഭാഗം പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 6 കപ്പ് വരെ സെറ്റ് ചെയ്തെടുക്കേണ്ട മിക്സ് ഉണ്ട്. ഇനി ഇത് എല്ലാ കപ്പിലും 1/2 ഭാഗം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലെയിനായിട്ട് കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറച്ച് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് സെറ്റായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി പോവും. ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അധികം ഇഷ്ടമില്ലാത്തവർക്ക് വളരെ തിന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്ലെയിനായിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ എല്ലാ കപ്പിലുള്ളതും ചെയ്തെടുക്കാം.
ഇനി ഇതിന്മേലെ മിക്സ് ഒന്നുകൂടി ഒഴിച്ച് കൊടുക്കുക. വളരെ പതിയെ വേണം ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എല്ലാം കൂടി മേലേക്ക് വരും. എന്തായാലും കുറച്ച് ഭാഗം എന്തായാലും വരും, അതുകൊണ്ട് പതിയെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ മിക്സായി പോവും. അതുപോലെ തന്നെ എല്ലാത്തിലും പതിയെ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം മേലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റും കോഫിയും കൂടി മിക്സായി വരുമ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.